വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 72 പേരെ അയക്കുന്നു. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നാക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏതു വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീടുകൾ തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സൊദോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ അസഹനീയമായിരിക്കും. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ടത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ അതിൻ്റെ ഹെഡിങ് ആയിട്ട് വന്നത് 72 പേരെ അയക്കുന്നു എന്ന് പറഞ്ഞാണ്. മാത്യുവിൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ 70 പേരെ എന്നും RSV ബൈബിളിൽ ഏറ്റവും നല്ല തർജ്ജമ എന്നറിയപ്പെടുന്ന RSV ബൈബിൾ ട്രാൻസ്ലേഷനിൽ 72 എന്നും ഇങ്ങനെ ഈ വ്യത്യാസങ്ങൾ കാണുവാൻ കഴിയും. കാരണം പല മാനുസ്ക്രിപ്റ്റുകളിലും കയ്യെഴുത്ത് പ്രതികളിലും ചിലതിൽ 70 എന്നും ചിലതിൽ 72 എന്നുമാണ് നമ്മൾ കാണുക. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നിരിക്കുന്നത്. 72 പേരുടെ മിഷൻ പ്രവർത്തനമാണ്, 70 പേരുടെ മിഷൻ പ്രവർത്തനമാണ് ഈ സുവിശേഷത്തിൽ കാണുന്നത്. ഏറ്റവും ശക്തമായ എങ്ങനെ മിഷൻ പ്രവർത്തനം നടത്തണമെന്ന് ആ 35 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് യേശു പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇത്. നമുക്കറിയാം, യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് കടലിൻ്റെ തീരത്ത് വെച്ചും വഴിയരികിലും എല്ലാം വെച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. സഭയുടെ പ്രധാനമായ ദൗത്യമേൽപ്പിച്ച പത്രോസ്ലീഹായെ തിരഞ്ഞെടുക്കുന്നത് കടൽ തീരത്ത് അവർ വലകൾ നന്നാക്കിക്കൊണ്ടിരിക്കും. ദേ ആർ മെൻഡിങ് ദെയർ നെറ്റ്സ്. പത്രോസിനെയും അന്ത്രയോസിനെയും ദൈവം തിരഞ്ഞെടുക്കുന്നത് മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ തിരഞ്ഞെടുപ്പുകൾ നടത്തി 12 പേരുടെ ഒരു സമൂഹമായിട്ട് വളർന്നു വന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈ സമൂഹത്തിൽ നിന്ന് ഒരു 72 പേരെ അല്ലെങ്കിൽ 70 പേരെ തിരഞ്ഞെടുക്കുന്നതാണ്. അതിൽ തന്നെ 2 പേരെ വെച്ച് വേറെ തിരഞ്ഞെടുക്കുകയാണ്. യേശു വചനം പങ്കുവയ്ക്കുവാൻ പോകേണ്ടിയിരുന്ന, രോഗികളെ സുഖപ്പെടുത്താൻ പോകേണ്ടിയിരുന്ന, കഷ്ടത അനുഭവിക്കുന്നവരെ രക്ഷിക്കാൻ പോകേണ്ടിയിരുന്ന സ്ഥലങ്ങളിലേക്ക് മുൻകൂട്ടി അയക്കുകയാണ്
ചെയ്യുന്നത്. ഇന്നും ഇത് തന്നെയാണ്. മിഷൻ പ്രവർത്തന സ്ഥലങ്ങളിലേക്ക്, ഏത് രാജ്യത്തിലേക്കും ഇന്ന് CMI സഭ ഉഗാണ്ടയിലേക്കൊക്കെ മിഷൻ പ്രവർത്തനത്തിന് ആളുകളെ തിരഞ്ഞെടുത്ത് വിടുകയാണ്. ആദ്യമേ 2 പേരെ വെച്ച് തിരഞ്ഞെടുത്ത് വിടുകയാണ്. അപ്പോൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ശിഷ്യന്മാരെയാണ്. ആ വലിയ സമൂഹത്തിൽ നിന്ന് 2 പേരെ വെച്ച് 72 ആളുകളെ തിരഞ്ഞെടുത്ത് 35 സ്ഥലത്തേക്ക് അല്ലെങ്കിൽ 36 സ്ഥലത്തേക്ക് യേശു പോകേണ്ടിയിരുന്ന ആ വഴികളിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഈ വചന പ്രഘോഷണത്തിൽ ഒന്നാമത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ദ നേച്ചർ ഓഫ് ദ മിഷൻ. മിഷനെ കുറിച്ചുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? രണ്ടാമത് നമ്മൾ കാണുന്നത് 2 by 2 2 ശിഷ്യന്മാരെ വീതം തിരഞ്ഞെടുത്ത് 36 അല്ലെങ്കിൽ 35 സ്ഥലങ്ങളിലേക്ക് വിടുന്ന ഭാഗമാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് ദ ഹാർവസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ. വിളവ് ധാരാളമുണ്ട്, പ്ലെന്റിഫുൾ ആണ്. അതുകൊണ്ട് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. നാലാമത് കാണുന്നത് ഐ ആം സെൻഡിങ് യു. യേശു പറയാണ്, ഞാൻ നിങ്ങളെ അയക്കുന്നു, വേറെ ആരും വഴിയല്ല, യേശുവാണ് അയക്കുന്നത്. അഞ്ചാമത് നമ്മൾ കാണുന്നത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ പോകുമ്പോൾ, ഒരു മിഷൻ സ്ഥലത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 6, കാലിലെ പൊടി തട്ടിക്കളയുക എന്ന യേശുവിന്റെ വചനം. 7, യേശുവിന്റെ വചനം ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് കം നിയർ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ചില പ്രതികളിൽ നമ്മൾ കാണുക ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. നമുക്ക് ഈ 7 കാര്യങ്ങളും വിശദമായിട്ട് ഒന്ന് ചിന്തിക്കാം. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, ആത്മായ പ്രേക്ഷിതരെ, ദ നേച്ചർ ഓഫ് ദ മിഷൻ. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വചനങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോൾ നമുക്ക് കാണുന്നത് ദ നേച്ചർ, അതിൻ്റെ സ്വാഭാവികമായ വിഷൻ എന്താണ്, സ്വാഭാവികമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് യേശു ഉത്ബോധിപ്പിക്കുകയാണ്. ഈ 12 വചനങ്ങളിൽ 11 വചനങ്ങളും യേശുവിൻ്റെ നാവിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 12 വരെയുള്ള വചനങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ വിവിധ തലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 37 മുതൽ 38 വരെയുള്ള വചനങ്ങളിലും 10-ാം അധ്യായത്തിൽ 7 മുതൽ 16 വരെയുള്ള വചനങ്ങളിലും മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 21 മുതൽ 23 വരെയുള്ള വചനങ്ങളിലും 10 അധ്യായങ്ങൾ, അതായത് 9 അധ്യായങ്ങൾ കഴിഞ്ഞ ശേഷമാണ് യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ തൻ്റെ സമൂഹത്തിൽ നിന്ന്, തന്നിൽ വിശ്വസിച്ചവരിൽ നിന്ന്, തൻ്റെ അടയാളങ്ങൾ കണ്ടവരിൽ നിന്ന്, തൻ്റെ സൗഖ്യം ലഭിച്ചവരിൽ നിന്ന് 72 പേരെ തിരഞ്ഞെടുക്കുന്നത്. ഈ 72 പേരെ 2 ഗണങ്ങളാക്കി 2 പേര് വെച്ച് 2 പേരെ വെച്ച് തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് 36 സ്ഥലങ്ങളിലേക്കാണ് അവരെ അയക്കുന്നത്. ഈ അയക്കുന്ന കാഴ്ചപ്പാടാണ് ലൂക്ക അവതരിപ്പിക്കുന്നത്. നേച്ചർ ഓഫ് ദ മിഷനിൽ ഒന്നാമത് വേണ്ടത് സന്തോഷമുള്ളവരായിരിക്കുക. പൗലോസ്ലീഹയുടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖന പ്രകാരമാണെങ്കിൽ പൗലോസ്ലീഹ എപ്പോഴും പറയുന്ന തന്റെ ബന്ധന അവസ്ഥ സന്തോഷമുള്ളവരായിരിക്കണം, ദുഃഖമുള്ളവരായിരിക്കരുത്. സന്തോഷത്തോടെ ആയിരിക്കണം ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മൾ പോകേണ്ടത്. ഈ മിഷൻ പ്രവർത്തനത്തില് ദുഃഖത്തോടു കൂടിയല്ല പോകേണ്ടത്. അരുണാചൽ എന്ന് പറയുന്ന സ്ഥലത്ത്, സംസ്ഥാനത്ത്, അവിടെ പ്രേംഭായി എന്ന് പറയുന്ന വലിയൊരു മിഷണറി ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയത് 60,000 കിലോമീറ്ററുകളോളം അദ്ദേഹം നടന്നിട്ടുണ്ട്. 40,000 ആളുകളെ അദ്ദേഹം മാമോദീസ മുക്കിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്ന. 1976 മുതൽ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന് ഒരു വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കുവാനായിട്ട് സഭാ നേതൃത്വങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുഃഖത്തോടു കൂടിയല്ല ഒരു മിഷണറിയും പോയത്. ഡാമിയൻ പോയത് ദുഃഖത്തോടു കൂടിയല്ല, മദർ തെരേസ പോയത് ദുഃഖത്തോടു കൂടിയല്ല, റാണി മരിയ പോയത് ദുഃഖത്തോടു കൂടിയല്ല, സന്തോഷത്തോടെ അവരുടെ ഹൃദയത്തിൽ പേറുന്ന യേശുവുമായിട്ടാണ് അവർ പോയത്.
അതുപോലെ സന്തോഷത്തോടെ കടന്നു ചെല്ലണമെന്നാണ് യേശുവിൻ്റെ പ്രബോധനം. ആ പ്രബോധനം ഈ വിശുദ്ധർക്ക് ലഭിച്ചത് യേശുവിൻ്റെ വചനത്തിൽ നിന്നാണ്. യേശുവിനെ അവർ ഉൾക്കൊണ്ടതുകൊണ്ടാണ്, യേശു അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്, അവരുടെ നാവിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. മൂന്നാമത്, യേശു കൂടെയുണ്ട്. യേശു പറഞ്ഞില്ലേ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ 72 പേരോടും യേശു പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ കൂടെയുള്ള യേശുവിനെ കാണുവാനും അനുസരിക്കുവാനും മനസ്സിലാക്കുവാനുമാണ് ഓരോ ക്രൈസ്തവന്റെയും വിളി. ആ വിളി അനുസരിച്ച് മുന്നേറുക, ആ വചനം മറ്റുള്ള സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നേച്ചർ ഓഫ് മിഷനിൽ 4ാമത് വരുന്നത്, യേശു പിന്നാലെയുണ്ട്. യേശു നമ്മുടെ പിന്നാലെ ഉണ്ടെന്നാ പറയുന്നത്. ഇവരെ വഴിയൊരുക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്. ആ പോയതിന് ശേഷം ഈ 35 ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും യേശു അവരുടെ പിന്നാലെയുണ്ട്. സ്നാപക യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ പിന്നാലെ വരുന്നവനുണ്ട്, അവന്റെ കയ്യിൽ നല്ലൊരു വീശു മുറമുണ്ട്, അവനാണ് ആത്മാവിനെ നൽകുന്നത്. അപ്പൊ പുറകെ വരുന്ന യേശു ഉണ്ട് എന്നുള്ള ബോധ്യം ഈ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഗുഡ് ലീഡർ. ദൈവപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു നല്ല ലീഡറിന്റെ ഒരു ഗുഡ് കപ്പാസിറ്റി ആണ് നമ്മൾ കാണുക. നമ്മുടെ നല്ലൊരു മെത്രാന്, നമ്മുടെ നല്ലൊരു വൈദികന്, നമ്മുടെ പരിശുദ്ധ പിതാവിന്, അൽമായർക്ക്, സന്യാസികൾക്ക് ഇതുപോലെ ഒരു ഗുഡ് ലീഡർഷിപ്പിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, ഇന്ത്യയിലേക്ക് തോമാസ് ലീഹ വന്നത് AD 52 AD 52 കൊടുങ്ങല്ലൂരിൽ വന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച ഈശോ 3 വർഷത്തോളം യേശുവിന്റെ കൂടെ നടന്നത് മാത്രമല്ല, യേശുവിന്റെ ഉയർപ്പിന്റെ ആ അവസരത്തിൽ കാണാതിരുന്നിട്ട് പിന്നീട് കാണുമ്പോൾ തോമാസ് ലീഹ യേശുവിനോട് പറയുക, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശുവിന്റെ മുറിവുകൾ കണ്ടപ്പോൾ, യേശുവിന്റെ ഹൃദയം കണ്ടപ്പോൾ, യേശുവിന്റെ മുഖം തുടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ, ശോഭമായി നിന്നത് കണ്ടപ്പോൾ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അങ്ങനെ വന്ന വലിയൊരു മിഷൻ പ്രവർത്തനമാണ് നമ്മൾ കത്തോലിക്ക സഭയിൽ കാണുന്നത്. പിന്നെ കത്തോലിക്ക സഭയിൽ കേരളത്തില്, ഇന്ത്യയില് സ്റ്റാഗ്നന്റ് സ്പിരിച്വാലിറ്റി എന്ന് പറയും. കെട്ടിക്കിടക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി, വളരാത്ത ഒരു ആധ്യാത്മികത. അതുകൊണ്ടാണ് തോമാസ് ലീഹ മാമോദീസ നൽകിയെന്ന്, അല്ലെങ്കിൽ വന്ന് തോമാസ് ലീഹയിൽ വിശ്വസിച്ച ഈ ക്രൈസ്തവര് 1572 വരെ സ്റ്റാഗ്നന്റ് സ്പിരിച്വാലിറ്റിയിൽ ജീവിച്ച സീറോ മലബാർ സഭയാണ് നമുക്കുള്ളത്. പിന്നീട് AD 1542 ഫ്രാൻസിസ് സേവിയർ നമ്മുടെ രാജ്യത്തിലേക്ക് വരികയാണ്. ഈശോ സഭ അംഗമായിരുന്നു. ഫ്രാൻസിസ് സേവിയറിനോട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള എപ്പോഴും പറയും, നിന്റെ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു പ്രയോജനം? യേശുവിന്റെ വചനമാണ്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു പ്രയോജനം? ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനെ അനുകരിച്ച വലിയൊരു പടയാളിയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള. അദ്ദേഹത്തിന്റെ വചനം സ്വീകരിച്ചാണ് ഫ്രാൻസിസ് സേവിയർ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ട് മദ്രാസിലും തുടർന്ന് നമ്മുടെ കോരമണ്ഡല ഏരിയയിലും കടൽ തീരങ്ങളിലൂടെ കൊച്ചി മുതൽ തിരുവനന്തപുരം, കന്യാകുമാരി വരെയൊക്കെയുള്ള വചന പ്രഘോഷണം നടത്തി നമ്മുടെ സഭയില് ലാറ്റിൻ കത്തോലിക്ക സഭയുണ്ടായത്. ആ സഭ, ലാറ്റിൻ സഭ ഇന്ന് ഒരു വളരുകയും ചെയ്യുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ സ്റ്റാഗ്നന്റ് ആവുകയും ചെയ്യുന്നുണ്ട്. എന്റെ കാഴ്ചപ്പാടില് സീറോ മലബാർ സഭ നോട്ട് ഓൺലി സ്റ്റാഗ്നന്റ് അല്ല, താഴോട്ട് പോകുന്ന ഒരു സഭയായിട്ട് മാറിയിട്ടില്ലേ എന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഓരോ ദിവസവും. എന്റെ ജീവിതം കണ്ട് ഏതെങ്കിലും വ്യക്തികള് കത്തോലിക്ക വിശ്വാസം യേശുവിനെ അനുകരിച്ചവരുണ്ടോ, യേശുവിനെ മനസ്സിലാക്കിയവരുണ്ടോ? ധൈര്യമായിട്ട് എന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും,
CMI നിർമ്മൽ ഗ്രാം റിട്രീറ്റ് സെന്റർ നടത്തുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. വലിയ ശക്തമായ സൗഖ്യം ലഭിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് ഇന്ന് ജീവിക്കുന്ന ആ സഹോദര കുടുംബത്തെ എനിക്കറിയാം. ഹിന്ദുക്കളായ മക്കള് കടന്നു വന്ന് യേശുവിന്റെ വചനം സ്വീകരിച്ച് പരിശുദ്ധ ആരാധനയുടെ അവസരത്തില് സൗഖ്യപ്പെട്ട് യേശുവിനെ സ്വീകരിച്ച എന്റെ പ്രിയ ഹിന്ദു മക്കളെ എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, ഞാൻ ചോദിക്കുന്നതില് തെറ്റുണ്ടെങ്കിൽ, പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാർ എന്നോട് ക്ഷമിക്കണം. പ്രിയമുള്ള പിതാക്കന്മാരെ, നിങ്ങളുടെ ജീവിതം കണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തുവിൽ വിശ്വസിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞ് മാമോദീസ മുക്കിയിട്ടുണ്ടോ? മാമോദീസ പ്രിയ പിതാക്കന്മാരെ നിങ്ങൾ മുക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ വചനം കേട്ട് ഇന്ന് കേരളത്തിലെ പിതാക്കന്മാരുടെ ശബ്ദം കേട്ട് ആരെങ്കിലും കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുമോ? ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള വൈദികരെ, എനിക്ക് കുറച്ചൊക്കെ പ്രായമുള്ള വൈദികരെ എനിക്കറിയാം. അവരുടെ വിശ്വാസ തീഷ്ണതയില് മലകൾ കയറി ഇറങ്ങി. ഈ അടുത്ത കാലഘട്ടത്തിൽ ഞാൻ ഒരു വൈദികനുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു വൈദികനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഈ വൈദികൻ ഇടുക്കിയുടെ ഓരോ പ്രാന്തപ്രദേശങ്ങളിലും നടന്ന് 30-40 കിലോമീറ്റർ നടന്ന് വിശ്വാസം കൊടുത്തു. ഈ അടുത്ത കാലഘട്ടത്തില് നോർത്ത് ഈസ്റ്റ് സൈഡിൽ പോയപ്പോൾ ഒരു പിതാവ് അച്ഛനോട് ചോദിക്കുകയാ, അച്ഛൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛന്റെ കാല് പൊക്കി കാണിക്കുകയാണ്. കാല് മുഴുവനും തോട്ടപ്പുഴു കടിച്ച് വ്രണമായിരിക്കുകയാണ്. യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നോർത്ത് ഈസ്റ്റ് സൈഡുകളിൽ പോകുന്ന സമർപ്പിതരായ 1000 സന്യാസികളെയും വൈദികരെയും എനിക്കറിയാം. ഈ 72 പേരെ ദൈവം തെരഞ്ഞെടുത്ത് 2 പേരെ വീതം അയച്ചുകൊണ്ട് ഇന്ന് വളരെയധികം കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്ന, യേശുവിനെ സ്വീകരിക്കുന്ന ക്രിസ്ത്യാനികളാകുന്ന ധാരാളം മക്കള് നമ്മുടെ ഈ ഭാരതഭൂമിയിലുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. 72 പേരെ അയക്കുന്ന ആ സുവിശേഷ ഭാഗത്തില് രണ്ടാമത് വരുന്നത് 2x2 ആണ്. മത്തായിയുടെ സുവിശേഷത്തില് 72 പേരെന്നും ലൂക്കായുടെ സുവിശേഷത്തില് 70 പേരെന്നും RSV ബൈബിളില് 72 പേരെന്നും മാനുസ്ക്രിപ്റ്റ് ചിലതില് കയ്യെഴുത്തു പ്രതികളിലെ ചിലതില് 72 70 കാണുവാൻ കഴിയും. ഏതായാലും 2 പേരെ വെച്ച് 35 സ്ഥലത്തേക്ക് അല്ലെങ്കിൽ 36 സ്ഥലത്തേക്ക്, ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് യേശു അവരെ പറഞ്ഞു വിടുകയാണ്. യേശുവാണ് പറഞ്ഞു വിടുന്നത്, യേശുവാണ് നിയോഗിക്കുന്നത്, യേശുവാണ് അധികാരം കൊടുക്കുന്നത്. യേശുവിന്റെ അധികാരം സ്വീകരിച്ചുകൊണ്ട്, യേശുവിന്റെ വചനം സ്വീകരിച്ചുകൊണ്ട്, യേശുവിന്റെ ഹൃദയത്തിൽ പേർക്കൊണ്ടാണ് ഈ 72 പേര് 2x2 ആയി പോകുന്നത്. ഈ 2x2 ആയി പോകുന്നതിന്റെ ഒന്നാമത്തെ പ്രത്യേകത മ്യൂച്വൽ സപ്പോർട്ടാണ്. ഒരാൾ തന്നെ പോകുമ്പോൾ, ആ വ്യക്തിക്ക് അറിയപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പകർന്നു കൊടുക്കാൻ, രക്ഷിക്കാൻ, ഒന്ന് തലക്കറങ്ങി വീണാല്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല എന്നുള്ള യേശുവിന്റെ ശക്തമായ ബോധ്യത്തിൽ നിന്നാണ് യേശു ഈ 2 പേരെ പറഞ്ഞു വിടുന്നത്. മ്യൂച്വൽ സപ്പോർട്ട്. 2x2 രണ്ടാമത് വരുന്നത് യേശുവിന് സാക്ഷ്യം വഹിക്കുക. എന്താണ് അവർ സാക്ഷ്യം വഹിക്കേണ്ടത്? യേശുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്തില് ധാരാളം രോഗികൾ സുഖപ്പെടുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. 10-ാം അധ്യായത്തിലെ ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് യേശുവിന്റെ പ്രധാനപ്പെട്ട 10 സൗഖ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് പത്രോസിന്റെ അമ്മായിയമ്മയെ കൈപിടിച്ച് സൗഖ്യപ്പെടുത്തുന്ന യേശുവിനെയാണ്. ഈ 72 പേരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകും പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തിയത്. അത് ആ നാടുകളിൽ ചെന്നിട്ട് ഇവരെ സാക്ഷ്യം വഹിക്കണം. രണ്ടാമത്തെ സൗഖ്യം എന്ന് പറയുന്നത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതാണ്.
ലൂക്കായുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തില് 12 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ കുഷ്ഠരോഗി വിളിക്കുക, യേശുവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനെയും. ദാവീദിന്റെ പുത്രനായ യേശുവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശുവിനെ വിളിക്കുമ്പോൾ യേശു സൗഖ്യപ്പെടുത്തിയ ഈ വലിയ കാര്യം ഈ 72 പേരും 36 സ്ഥലങ്ങളില് പ്രഘോഷിക്കപ്പെടണം. മൂന്നാമത്തേത് പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നതാ. യഥാർത്ഥത്തിൽ അതാണ് ആദ്യത്തെ സൗഖ്യം. ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 31 മുതൽ 37 വരെ നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഈ 72 പേരും ആ ഗ്രാമങ്ങളിൽ ചെന്ന് ചോദിക്കേണ്ട ചോദ്യവും ഇത് തന്നെയാണ്. നീ ഈ ഗ്രാമത്തിന് നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? ഈ ഗ്രാമത്തിലുള്ളവർ യേശുവിന്റെ മക്കളാണ്. യേശുവിന്റെ സൗഖ്യം കിട്ടണം, യേശുവിന്റെ വചനം കിട്ടണം എന്നുള്ള വലിയൊരു ശബ്ദമാണ്, വലിയൊരു ആഗ്രഹമാണ്, വലിയൊരു തൃഷ്ണയാണ്. നാലാമത്തേത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 17-26 യേശുവിന്റെ അടുത്തെത്താൻ അവർക്ക് കഴിയുന്നില്ല. എങ്കിലും ആ സിനഗോഗിന്റെ മുകളിലേക്ക് കയറിയിട്ട് യേശുവിന്റെ മുമ്പിലേക്ക് ആ 2-ാം നിലയിൽ നിന്ന് താഴോട്ട് ഇറക്കി കൊടുക്കുകയാണ്. യേശുവിന് ഇറക്കി കൊടുക്കാനുള്ള ദൗത്യമാണ് ഈ 72 പേർക്കൊന്ന് യേശു ബോധ്യപ്പെടുത്തുകയാണ്. 5-ാമത്തേത് കൈ ശോഷിച്ച മകനെ സുഖപ്പെടുത്തുന്നതാ. സിനഗോഗിൽ യേശു വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ ശോഷിച്ച ഒരു മകനുണ്ടായിരുന്നു. ഫരിസേയരും നിയമപ്രമാണികളും നോക്കുന്നത് ഇവനിൽ കുറ്റം ആരോപിക്കാനാ. എന്നാൽ വചനം കേൾക്കുന്ന മക്കളുടെ കണ്ണ്, കരള്, കാത് യേശുവിലേക്കാണ്. രോഗികളായിട്ടുള്ളവരുടെ കണ്ണ്, കാത്, കരള്, കൈകൾ യേശുവിലേക്കാണ്. അവനെ യേശു നടുവിലേക്ക് വിളിച്ചു നിർത്തി സൗഖ്യം നൽകുന്നു. യേശു ഇതാ പിന്നാലെ വരുന്നു. ഈ വചനത്തിന് ശേഷം യേശു വരുന്നു നിങ്ങളുടെ അരികിലേക്ക്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായ മക്കളെ, നിങ്ങളുടെ അരികിലേക്ക് പിന്നാലെ യേശു വരുന്നുണ്ട്. ആ വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശക്തമായി ഇടപെടും. ഈ ദിവസങ്ങളിൽ എന്നെ കാണാൻ വന്ന ഒരു സഹോദരി, കാലുകൾ നിറയെ മുറിവുകളാണ്. വചനം കേട്ട് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ 3/4 ഭാഗവും അവർ സൗഖ്യപ്പെട്ടു. ഒരിക്കലും നിർമ്മൽ ധ്യാന കേന്ദ്രത്തില് ഒരു സ്ത്രീ വന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവളുടെ കാലിന്റെ തുട മുതല് പല ഭാഗങ്ങളിലും വലിയ മുറിവുകളാണ്. ഒത്തിരി സ്ഥലത്ത് പോയി എങ്ങനെയോ പ്രാർത്ഥിച്ചിരുന്ന് സമയം പോയി. പിന്നീട് ഈ സ്ത്രീയെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. വീട്ടിൽ ചെന്നപ്പോ ജീവിത പങ്കാളിയും ഈ സ്ത്രീയെ ചീത്ത വാക്കുകൾ, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. യേശുവേ, മാതാവേ, നീ കേൾക്കണമേ. ഇങ്ങനെ ഓരോ വാക്ക് പറയുമ്പോഴും അവളുടെ ഓരോ മുറിവുകള് ഉണങ്ങിക്കൊണ്ടിരുന്നു. പാലായിൽ നിന്ന് വന്ന സഹോദരിയ, വർഷങ്ങൾക്ക് മുമ്പാ. അപ്പൊ ദൈവം അത് കേൾക്കുന്നു, ദൈവം അത് പുറകിലൂടെ വരുന്നു, നിങ്ങളുടെ പുറകിലൂടെ വരുന്നു. ഈ 35 പേര് പോയി കഴിയുമ്പോൾ, ഈ 36 പേര് പോയി കഴിയുമ്പോൾ യേശു വരുന്നുണ്ട്. ഈ വചനം മാറിക്കഴിയുമ്പോൾ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പക്ഷേ വയറിന്റെ ഇടതുവശത്ത് ശക്തമായ വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന മക്കളെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ വിധേയനാകുന്ന മക്കളെ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവരെടുത്ത് വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ 10 പ്രാവശ്യം ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. 6 നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിലാണ്. അവര് ശവമഞ്ചം കൊണ്ട് പോവുകയാണ്. ഈ ശവമഞ്ചം കൊണ്ട് പോകുമ്പോൾ ആ അമ്മ മാത്രമേ കാണുന്നുള്ളൂ. ഈ വചനം കേൾക്കുന്ന അമ്മമാരെ, നിങ്ങളുടെ കണ്ണുനീർ തുള്ളികള് ഈ ഭൂമിയിലേക്ക് വീഴുന്നത് യേശു കാണുന്നുണ്ട്. യേശു വന്ന ശവമഞ്ചത്തില് വേദനിക്കുന്ന വ്യക്തിയുടെ അരികില്, രോഗം ബാധിച്ചു കിടക്കുന്ന കട്ടിലില് ആ മകന്റെ അടുത്ത് യേശു വന്ന് തൊടും. അവന്റെ രോഗം അവിടെ നിൽക്കും. അവന്റെ ഹാർട്ട് അറ്റാക്കിന്റെ പ്രോബ്ലം മാറും. അവന്റെ പ്രശ്നങ്ങൾ മാറും. നിങ്ങളുടെ കടബാധ്യതകൾ മാറും. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആര് നമുക്കെതിരെ നിൽക്കും? ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക്
ദൈവം ഇടപെടും. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങള് ഈ ദിവസങ്ങളില്, ഈ ഏപ്രിൽ മാസം ഞായറാഴ്ച വായിക്കുന്ന വചന പ്രഘോഷണമാണ്. ഇത് നീണ്ടൊരു പ്രസംഗമാണ്. എന്നോട് വളരെയധികം ആളുകള് അച്ഛാ 10 മിനിറ്റ് 15 മിനിറ്റ് പ്രസംഗിക്കാതെ അച്ഛൻ്റെ ആ അനുഭവം വെച്ച് പ്രസംഗിക്കൂ എന്ന് പറയുകയും ധാരാളം ആളുകൾ ഇത് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ സമയമെടുത്ത് മണിക്കൂറുകളോളം സമയം ചെലവഴിച്ച് ബൈബിൾ കമന്ററികളിലൂടെയും ധ്യാനങ്ങളിലൂടെയും കടന്നുപോയതിനു ശേഷമാണ് ഈ പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗത്തിന് അടിസ്ഥാനമായി എടുത്തത് ജെറോം ബൈബിൾ കമന്ററി ആയിരുന്നു ആദ്യം. പിന്നീട് പല കമന്ററികളിലൂടെയും പല പ്രസംഗങ്ങളിലൂടെയും ഞാൻ കടന്നുപോയി. അതിനുശേഷമാണ് നിങ്ങളോട് പറയുന്നത്. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തൊടും, ദൈവം നിങ്ങളെ രക്ഷിക്കും, ദൈവം നിങ്ങളെ രക്ഷിക്കും. 7 പിശാച് ബാധിതനെ സുഖപ്പെടുത്തുകയാണ്. ആദ്യത്തെ ലൂക്കായുടെ സുവിശേഷത്തിലെ രോഗശാന്തിയും പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നതാണ്. ഇതിവിടെയും പിശാച് ബാധിതനെയാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത്. 8 രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നു. 12 വർഷമായിട്ട് അവൾ രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെട്ടവളാ. എത്ര വർഷങ്ങളും ആയെങ്കിലും ആകട്ടെ, നിന്റെ രോഗം, നിന്റെ മുറിവുകള് വളരെ രഹസ്യ രോഗമാണ്. ആ രഹസ്യ രോഗം എല്ലാവരോടും പറയാൻ പറ്റില്ല. പക്ഷെ അവള് രഹസ്യമായിട്ട് ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു. അപ്പോൾ അവളുടെ ആ രോഗാവസ്ഥ നിലച്ചു. പോകും വഴി അവർ സുഖം പ്രാപിക്കുമെന്ന് ഡൽഹിയിൽ വെച്ചൊരു ബൈബിൾ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട് വരെ ചൊല്ലിക്കൊണ്ടു പോക്കോ, വലിയ രോഗസൗഖ്യം നടക്കും. വർഷങ്ങളായിട്ട് രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെടുന്ന മകള് പോകും വഴി അവർ സുഖം പ്രാപിച്ചു. 10 കുഷ്ഠരോഗികള് യേശുവിനെ വിളിച്ചപ്പോൾ, യേശുവേ ഗുരുവേ ഞങ്ങളെ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പുരോഹിതരെ പോയി കാണിക്കുക. ആരാ പോകും വഴി സുഖം പ്രാപിച്ചു. അതുപോലെ ഈ വചനം കേട്ടുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കിടക്കുമ്പോൾ, നിങ്ങൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ കർത്താവ് കടന്നു വന്ന് നിങ്ങളുടെ രോഗാവസ്ഥയിൽ നിങ്ങളെ സുഖപ്പെടുത്തുകയാണ് കർത്താവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. 9 ജായിറോസിന്റെ മകളെ പുനർജീവിപ്പിക്കുന്നത്. ജായിറോസിന്റെ മകൾ രോഗിയായിരുന്നു, പക്ഷേ അവളെ പുനർജീവിപ്പിക്കുകയാണ്. 10 അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നത്. 9-ാം അധ്യായം 10-17. ഇങ്ങനെ 10 വലിയ അനുഭവങ്ങൾ, രോഗസൗഖ്യങ്ങള്, യേശുവിന്റെ രൂപാന്തരീകരണം, ഇതെല്ലാം നടന്നതിന് ശേഷമാണ് യേശു ഈ 2 പേരെ പറഞ്ഞു വിടുന്നത് ഓരോ ഗ്രാമത്തിലേക്ക്, 36 സ്ഥലങ്ങളിലേക്ക്. അപ്പൊ യേശുവിന്റെ അനുഭവം നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ടാകണം, യേശുവിന്റെ വചനം നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ടാകണം. രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങളല്ല, നിങ്ങൾ പങ്കുവയ്ക്കേണ്ടത് യേശുവിന്റെ വചനമാണ്. നമ്മള് വാട്സപ്പിലൊക്കെ പകർന്നു കൊടുക്കുമ്പോൾ യേശുവിന്റെ വചനമാണ് പങ്കുവയ്ക്കേണ്ടത്. എറണാകുളത്ത് ബെന്നി എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്ത ബെന്നി എല്ലാ ദിവസവും ഒരു 10 മണിയാകുമ്പോൾ എനിക്ക് ദൈവവചനം അയക്കും. ഒരു ചെറിയ വചനം. ഈ വചനം ഇരുതല വാളാണ്. ഇതുപോലെ വചനം അയക്കുന്ന പല വ്യക്തികളുണ്ട്. ഒരു വചനം 1 സെക്കൻഡ് കൊണ്ട് നോക്കാവുന്നതാ. അവരൊരിക്കലും ഗുഡ് മോർണിംഗ് ഒന്നും എനിക്ക് അയക്കാറില്ല. ഈ ഗുഡ് മോർണിംഗ് അയച്ചോ, അതിൻ്റെ താഴെ ഒരു ദൈവവചനം ഉണ്ടാകണം. നമ്മൾ ക്രിസ്ത്യാനികളാ. നമ്മൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, യേശുവിന്റെ മക്കളായിരിക്കട്ടെ, നമ്മൾ വചനം പങ്കുവയ്ക്കുന്നവരാകണം. അതാണ് യേശു വിവക്ഷിക്കുന്നത്, യേശു ആഗ്രഹിക്കുന്നത്. യേശു ഈ 2 പേരെ വെച്ച് പറഞ്ഞു വിടുന്നതിന്റെ 3-ാമത്തെ കാര്യം, അപകടത്തെ തരണം ചെയ്യാൻ സാധിക്കുക. ഒരുപക്ഷെ പോകുന്ന വഴിയിൽ അപകടമുണ്ടാകാം, അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് അറ്റാക്ക് ഉണ്ടാകാം, ഒരാൾ മോശമായിട്ട് ആക്രമിക്കാൻ വരാം. ഈ അവസരത്തിൽ അപകടത്തെ തരണം ചെയ്യാനായിട്ട് 2 പേര് വേണം. അവരോട് പ്രതികരിക്കാനല്ല, യേശുവിന്റെ വചനം അവർക്ക് കൊടുക്കാനും അവരെ രക്ഷിക്കാനുമാണ്. നമ്മളെ ആക്രമിക്കാൻ വരുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് യേശു ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെ 2 പേരെ വിധം പറഞ്ഞു വിടുകയാണ്. ലൂക്കാ സുവിശേഷം 2 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. 1-ാമത്തത് സുവിശേഷമാണ്, 2-ാമത്തത് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റലാണ്. ഈ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റലിൽ നമ്മൾ കാണുന്നുണ്ട് പത്രോസും യോഹന്നാനും. 2 പേരും ദേവാലയത്തിലേക്ക് ഒന്നിച്ചു പോവുക. ഈ ലൂക്കായുടെ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ ഒരു രഹസ്യ സ്വഭാവമാണ്, ഗ്രന്ഥകർത്താവിന്റെ പ്രത്യേകമായ ഒരു ടെക്നിക്കാണ്. 2 പേരെ പത്രോസും യോഹന്നാനും പോവുകയാണ്.
അപ്പൊ പത്രോസും പോകുമ്പോൾ പറയുകയാണ്, ജന്മന മുടന്തനായ മനുഷ്യനോട്, ജെറുസലേം ദേവാലയത്തിന് മുമ്പിൽ കിടക്കുന്ന മനുഷ്യനോട് പറയുകയാണ്, പൊന്നും വെള്ളിയും എൻ്റെ പക്കലില്ല, യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യപ്പെടുക. അവൻ സൗഖ്യപ്പെട്ടു. പൗലോസും ബർണാബാസും രണ്ടുപേരും കൂടിയാണ് സുവിശേഷ വേലയ്ക്ക് പോകുന്നത്. 72 പേരെ നിയോഗിക്കുന്നതിൽ മൂന്നാമത് വരുന്ന പോയിന്റാണ്, കാര്യമാണ്, ദ ഹാർവസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ. ലൂക്ക 10:2. ദ ഹാർവസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ. ദ ഹാർവസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ ബട്ട് ലേബേഴ്സ് ആർ ഫ്യൂ. വിളഞ്ഞു കിടക്കുന്ന ധാരാളം മുന്തിരിക്കൊലകളുണ്ട്, വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളുണ്ട്, വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് പാടങ്ങളുണ്ട്. പക്ഷേ ഈ വിളവ് കൊയ്തെടുക്കാനായിട്ട് ലേബേഴ്സ് ചുരുക്കമാണ്. നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ഒരു രൂപതയിൽ 1976 മുതൽ 1-2 വൈദികരിലൂടെ തുടങ്ങിയതാണ്. അൽമായരിലൂടെ തുടങ്ങിയ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മെത്രാൻ എവിടെന്നെങ്കിലും വൈദികരെ കൊണ്ടുവന്ന് ഇന്ന് ആ രൂപത വളർന്ന് പന്തലിക്കുകയാണ്. യേശുവിന്റെ വചനം കൊടുക്കാനായിട്ട് അവരുപയോഗിക്കുന്ന മാർഗങ്ങള് ആതുര ശുശ്രൂഷകളായിരിക്കാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കാം. നമ്മളൊക്കെ നല്ല ഭാഷയിലേക്കും നല്ല സോഷ്യൽ പ്രവർത്തനങ്ങളിലേക്കും നല്ല ആശുപത്രികളിലേക്കും ഒക്കെ വളർന്നു വന്നത് യേശുവിന്റെ വചനം സ്വീകരിക്കുകയും യേശുവിന്റെ വചനം കൊടുക്കുവാനുള്ള ആ വലിയൊരു ദൗത്യമല്ലേ. ദ ഹാർവസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ. നമ്മൾ ഈ ഹാർവസ്റ്റ് പ്ലെന്റിഫുൾ ആണെങ്കിലും ചിലപ്പോൾ കൊയ്തെടുക്കാൻ ചെല്ലുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, മരണമുണ്ട്. ഞാൻ ഓർക്കുന്നത്, വിത്തത്താനി പിതാവ് മണിപ്പൂരിലെ മെത്രാനച്ചനായിരിക്കുമ്പോൾ മണിപ്പൂരിൽ പട്ടമേറ്റ 1999 പട്ടമേറ്റ ഒരു വൈദികനെ അവിടുത്തെ തീവ്രവാദികള് രാവിലെ വിളിച്ചു കൊണ്ടുപോയി പാടത്തേക്ക് കൊണ്ടുപോയിട്ട് തൊടകളില് വെടിവെച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരം അങ്കമാലിയിൽ കൊണ്ടുവന്ന് അടക്കുന്ന അവസരത്തിൽ താൻ പട്ടം കൊടുത്ത ആ വൈദികൻ വെടിയേറ്റ് മരിച്ച് അവസാനം കുഴിയിലേക്ക് വെക്കാൻ പോകുമ്പോൾ മിറ്റത്താനി പിതാവ് ആ കുരിശിങ്ങനെ പിടിച്ചുകൊണ്ട് ഏങ്ങി 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 കരയുകയാണ്. അദ്ദേഹത്തിന്റെ മിഴിനീരുകള് ആ മൃതശരീരത്തിൽ വീണില്ലേ. യേശുവിന്റെ അരികിലേക്ക് കടന്നു വന്ന മഗ്ദല മേരി യേശുവിന്റെ കാലിന്റെ അരികിലിരുന്ന് കരഞ്ഞ് അവളുടെ കണ്ണുനീർ തുള്ളികള് യേശുവിന്റെ പാദങ്ങളിലേക്ക് വീഴ്ത്തിയില്ലേ. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്ന് വാഴ്ത്തി വിഭജിച്ച് നൽകിയ വൈദികൻ 1 വർഷം തികയുന്നതിന് മുമ്പ് അവിടെ വെടിയേറ്റ് മരിച്ച ആ തന്റെ മകൻ മിറ്റത്താനി പിതാവ് കരയുകയാണ്. ഹാർവസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ ബട്ട് ലേബേഴ്സ് ആർ ഫ്യൂ. വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളവിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഇന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ധാരാളം സന്യാസി ദൈവ വിളികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ശുഷ്കരിച്ചു പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ഒരു സഹോദരിയുമായിട്ട് സംസാരിച്ചപ്പോൾ പറയുകയാണ്, അവരുടെ സഭയിൽ ഈ ഒരു വർഷം 23-24 കാലഘട്ടത്തിൽ 46 സിസ്റ്റേഴ്സ് മരിച്ചുപോയി. എന്നാൽ 5 അംഗങ്ങൾ മാത്രമാണ് ഈ കൊല്ലം വ്രതം ചെയ്തിരിക്കുന്നത്. ഹാർവസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ ബട്ട് ലേബേഴ്സ് ആർ ഫ്യൂ. അതിനാൽ വിളവിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നോർത്ത് ഈസ്റ്റ് സൈഡുകളിൽ ധാരാളം സിസ്റ്റേഴ്സ് സന്യാസിനികളായി തീരുന്നു എന്നുള്ളതൊരു സന്തോഷ വാർത്തയാണ്. ഒരു സ്ഥലത്ത് കുറയുമ്പോൾ വേറെയൊരു സ്ഥലത്ത് ദൈവം നമുക്ക് വളർത്തിത്തരും. അതാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത്. ദ ഹാർവസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ ബട്ട് ലേബേഴ്സ് ആർ ഫ്യൂ. എൻ്റെ പിതാവ് 10 വർഷം മുമ്പ് ഒരു പ്രാർത്ഥന ചെല്ലുന്ന ഒരു സംഭവമുണ്ട്. അത് വീഡിയോയിൽ കാണാം. അദ്ദേഹം പാടുന്നത്, ഹൃദയവയലിൻ പൂഴിയിൽ വചനവിത്തു പാകി ഞാൻ എന്ന് പറയുന്ന ആ ഗാനം തുടങ്ങുന്നതിന് മുമ്പ് പറയാം, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു വയലിൻ്റെ അരികിലിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ മുന്തിരിത്തോപ്പിലേക്ക് ധാരാളം സന്യാസികളെ അയക്കണമേ, വൈദികരെ അയക്കണമേ, വിശുദ്ധരായി ജീവിക്കണമേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ പിതാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എടുത്തു കാണും. ആ പിതാവിൻ്റെ 2 മക്കള് കന്യാസ്ത്രീകളാണ്.
രണ്ടുപേര് വൈദികരാണ്. അതിലൊരാള് ഇന്നും മെത്രാനാണ്. അദ്ദേഹം എന്നും മക്കൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു വൈദികനെയും കുറ്റം പറയുന്ന ആളായിരുന്നില്ല. ആരെങ്കിലും കുറ്റം പറയുമ്പോൾ അദ്ദേഹം അതിന് സമ്മതിക്കില്ലായിരുന്നു. The harvest is plenty, workers are few. ഈ വർക്കേഴ്സ് ഈ കർത്താവിന്റെ മുന്തിരിത്തോപ്പിലേക്ക്, കർത്താവിന്റെ ഈ വയലിലേക്ക്, കൃഷി ഇടങ്ങളിലേക്ക് നല്ല വൈദികരുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ 32 പേരെ അയക്കുന്നതിൽ 4ാമത് വരുന്ന പ്രധാനപ്പെട്ട കാര്യം, I am sending you lambs in the midst of wolves. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശുവിന് വ്യക്തമായിട്ടറിയാം, ഇവർ പോകുന്ന ഈ 35 സ്ഥലങ്ങളിലും ചെന്നായ്ക്കളുണ്ട്. ഇവരുടെ വചനപ്രഘോഷണത്തെ എതിർക്കുന്നവരുണ്ട്. ഇന്ന് ദേവാലയങ്ങൾ കത്തിച്ചു കളയുന്നവരുണ്ട്. ഈസ്റ്ററിന്റെ ദിവസം ശ്രീലങ്കയില് ഒരു ദേവാലയം മുഴുവനും ചുട്ടുകരിച്ചവരുണ്ട്. ഇന്ന് നോർത്ത് ഈസ്റ്റില്, മണിപ്പൂരിൽ നടക്കുന്ന കരളലിയിക്കുന്ന, ഹൃദയം വേദനിപ്പിക്കുന്ന അതുപോലെയുള്ള പീഡനങ്ങള് നമ്മുടെ ക്രിസ്ത്യാനികള്, നമ്മുടെ വൈദികര്, നമ്മുടെ സന്യാസിനികള്, നമ്മുടെ സിസ്റ്റേഴ്സ് അനുഭവിക്കുന്നുണ്ട്. എത്രയോ ദേവാലയങ്ങളാണ് ചുട്ടുകരിച്ചത്. എത്രയോ ആളുകളാണ് ക്രിസ്ത്യാനിയായതിന്റെ പേരില് അവര് പീഡിപ്പിക്കപ്പെട്ടത്. എത്രയോ വൈദികരാണ് അടികിട്ടിയിട്ടുള്ളത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ ഞാൻ അയക്കുന്നു. എന്റെ വചന പ്രഘോഷണത്തിന്റെ ആരംഭത്തിൽ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞില്ലേ, പ്രേം ഭായ് അദ്ദേഹം എത്രയോ പീഡനമാണ് ഏറ്റത്. നോർത്ത് ഈസ്റ്റിലെ കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, സീറോ എന്ന് പറയുന്ന സ്ഥലത്ത് യേശുവിനെ സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ രാത്രി മുഴുവനും അടിച്ചിട്ട് നഗ്നിയാക്കിയിട്ട് ഒരു സ്ത്രീയെ മരത്തിൽ കെട്ടിത്തൂക്കിയത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ. പ്രിയമുള്ള മെത്രാന്മാരെ, പ്രിയമുള്ള വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സേ, പ്രിയമുള്ള അൽമായരെ, നിങ്ങളെ അയക്കുന്നു. പീഡനം കൊണ്ട് തളരുന്നതല്ല നമ്മുടെ സഭ. മഗ്ദല മറിയം ഒരു കുപ്പി നർദയും തൈലവുമായിട്ട് അവിടെ വന്നു. അവിടെ അവളുടെ കുപ്പി പൊട്ടിച്ചു. നർദയും തൈലം, ആ ഫ്ലാസ്ക് she broken. അപ്പോൾ യേശുവിന്റെ ശിരസിൽ ഒഴിച്ചപ്പോൾ അത് മുഴുവനും വീട് നിറഞ്ഞു. ഓരോ രക്തസാക്ഷികളുടെ ജീവിതമാണ് ഈ ബ്രോക്കൺ അൽബാസ്റ്റർ ഫ്ലാസ്ക്. ഓരോ രക്തസാക്ഷികളും പിടഞ്ഞു മരിക്കുമ്പോൾ, അവരുടെ ജീവിതം ചിന്നിച്ചിതറുമ്പോൾ, അൽബാസ്റ്റർ ഫ്ലാസ്ക് പൊട്ടിച്ചിതറുമ്പോൾ, പ്രിയമുള്ളവരെ, യേശുവിന്റെ രക്തമാണ് ഒഴുകുന്നത്. റാണി മരിയെ 52 കുത്തി ആ മനുഷ്യൻ ചവിട്ടി ബസിന്റെ പുറത്തുനിന്ന് ഒഴുക്കിയപ്പോൾ ആ അൽബാസ്റ്റർ ഫ്ലാസ്ക് പൊട്ടിച്ചിതറി. ഇന്ന് ലോകം മുഴുവനും ആ രക്തസാക്ഷിയുടെ രക്തത്തിന്റെ ചുടുനിണം സുഗന്ധം പേറുന്നു. എനിക്കും അറിയാം, പെരുമ്പാവൂരില് അടുത്തുള്ള ആ ദേവാലയത്തില് ആ വിശുദ്ധ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അവിടെ നിന്ന് മാത്രമല്ല, ഇന്ന് ലോകം മുഴുവനും അവളുടെ ശരീരമാകുന്ന അൽബാസ്റ്റർ ഫ്ലാസ്ക് പൊട്ടിച്ച് യേശുവിന്റെ ശിരസിലേക്ക് ഒഴിച്ചപ്പോൾ, യേശുവിന്റെ നെഞ്ചിലേക്ക് ഒഴിച്ചപ്പോൾ അവളൊരു രക്തസാക്ഷി. രക്തസാക്ഷിത്വത്തെ നമ്മുടെ കത്തോലിക്കാ സഭ ഭയപ്പെടുന്നില്ല. രക്തസാക്ഷികൾ ഇനിയും ഉണ്ടാകും. ക്രൈസ്തവർ ഇനിയും പീഡിപ്പിക്കപ്പെടും. വൈദികർ ഇനിയും വെടിയേറ്റ് മരിക്കും. ഇതുകൊണ്ടൊന്നും ക്രിസ്തുവിനെ മാറ്റി നിർത്താൻ കഴിയുകയില്ല. കാരണം അവർ സ്വീകരിച്ചത് യേശുവിനെയാണ്. ആ യേശുവിനെ സ്വീകരിച്ചത് അവർ കൊടുക്കും. നഗ്നതയോ പീഡനമോ വാളോ എന്നെ കർത്താവിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റില്ലെന്ന് വിശുദ്ധ പൗലോസ്ലീഹയാ പറയുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ ആ വചനത്തിൽ 5-ാമത് പറയുന്ന കാര്യം, പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊരു പ്രബോധനമാണ്. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈശോ പറയുകയാണ്, ക്യാരി നോ പേഴ്സ്. പേഴ്സ് നിങ്ങൾ കൊണ്ടുപോകരുത്. ഒരുപക്ഷെ പണം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് കരുതി അവർ നിങ്ങളെ ആക്രമിച്ചേക്കാം. പണത്തിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കാം. അതുകൊണ്ട് യേശു പറയുകയാണ്, പണത്തിലല്ല ശ്രദ്ധ വേണ്ടത്, യേശുവിലാണ് ശ്രദ്ധ വേണ്ടത്. യേശുവിൻ്റെ വചനത്തിലാണ് ശ്രദ്ധ വേണ്ടത്. 2-ാമത് പറയുക, നോ ബാഗ്. നിങ്ങൾ പോകുന്നിടത്തൊന്നും ബാഗുണ്ട്. അന്നത്തെ കാലത്തുള്ള വല്ല തുകൽ ബാഗുകളോ വല്ലതുമൊക്കെ ആയിരിക്കും. ഇതൊന്നുമായിട്ട് പോകണ്ട. ഒന്നും കിട്ടുന്നത് ശേഖരിച്ച് വെക്കേണ്ട ബാഗിൽ. അവിടെ നിങ്ങൾക്ക് ചെല്ലുമ്പോൾ ആവശ്യമുള്ളത് തരും. ദൈവം തന്നെ തരും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വചനമാണ്,
ഉൽപ്പത്തി പുസ്തകത്തില് അബ്രാഹാം ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോവുക. ആ മോറിയ മലയുടെ അടിയിൽ വെച്ച് മകൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മുടെ കയ്യിൽ കത്തിയുണ്ട്, തീയുണ്ട്, പക്ഷെ ബലിയർപ്പിക്കാൻ മൃഗം എവിടെ? ദൈവം തരും. ബാഗിലിടാനുള്ളത് ബാഗ് വേണ്ട, ദൈവം നിങ്ങൾക്ക് ഭക്ഷണം നൽകിക്കൊള്ളും, കിടക്കാനൊരു സ്ഥലം നൽകിക്കൊള്ളും. യേശുവിന് വേണ്ടി പോകുമ്പോൾ മൂന്നാമത് പറയുക, നോ സാൻഡൽസ്. ചെരുപ്പ് ധരിക്കരുത്. ചെരുപ്പുകൾ ഇല്ലാതെ കല്ലും മുള്ളും ചൂടും നിറഞ്ഞ വഴികളിലൂടെ നിങ്ങൾ പോവുക. യേശു അനുഭവിക്കാനിരിക്കുന്ന പെസഹ രാത്രിയും യേശുവിൻ്റെ പീഡാനുഭവവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തത്, ഗ്രീറ്റ് നോ വൺ ഓൺ ദ റോഡ്. വഴിയരികിൽ റോഡിൽ വെച്ച് നിങ്ങൾ ആരെയും ഗ്രീറ്റ് ചെയ്യാൻ പോകണ്ട. അതായത് ആവശ്യമില്ലാത്തൊരു ഗ്രീറ്റിങ്ങിന് പോകണ്ട. ഹലോ ചേട്ടാ എങ്ങോട്ടാ പോണേന്നൊന്നും ചോദിക്കണ്ട എന്ന വചനപ്രഘോഷകരോട് പറയുന്നത്. അപ്പോൾ പരിചയമില്ലാത്തവരാണ്. പരിചയമില്ലാത്തവരുടെ അരികിലേക്ക് പോകേണ്ട. അതിനുള്ള സമയമാകുന്ന പോയാൽ മതി. അവിടെ യേശുവിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ ഭവനത്തിൽ ചെല്ലുമ്പോൾ എന്താണ് പറയേണ്ടത്? പീസ് ടു ദിസ് ഹൗസ്. സമാധാനം ഈ ഭവനത്തിന്, സമാധാനം ഈ വീടിന്. യേശു ജനിക്കുമ്പോൾ മാലാഖമാര് പാടിയത് എന്താ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുവിന്റെ ഉയർപ്പിന് ശേഷം 3 പ്രാവശ്യം പറയുന്നതാണ് നിങ്ങൾക്ക് സമാധാനം. ആ യേശു പറയുന്ന സമാധാനം ഇന്ന് ഓരോ മക്കളും പങ്കുവെക്കണമെന്നാണ് യേശു ഈ ശിഷ്യന്മാരെ നിയോഗിക്കുമ്പോൾ പറയുന്നത്. പീസ് ടു ദിസ് വൺ. ഭവനത്തിന് സമാധാനം കൊടുക്കുക. ഭവനത്തിന് സമാധാനം കൊടുക്കുമ്പോൾ ആ ഭവനത്തിലുള്ള എല്ലാവർക്കും സമാധാനമായി തീരും. അവർ രക്ഷയിലേക്കാണ് വിളിക്കപ്പെടും. അവർ രക്ഷയിലേക്ക് വിളിക്കപ്പെടും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം യേശു പറയുന്നത്, ക്യൂർ ദ സിക്ക്. രോഗികളെ സുഖപ്പെടുത്തുക. ഒരു വചനപ്രഘോഷണം നടക്കുന്ന വലിയ താത്വികമായ വളരെ ശക്തമായ വചനപ്രഘോഷണത്തോലൊന്നുമല്ല. ഒരു രോഗി സൗഖ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആളുകൾ യേശുവിലേക്ക് കടന്നു വരും. 14 വർഷം നിർമ്മൽ ധ്യാന കേന്ദ്രത്തെ ശുശ്രൂഷ നടത്തുമ്പോൾ 60 ബസ്സുകൾ 25-ാം തീയതി അവിടെ വരുമ്പോൾ വീണ്ടും വീണ്ടും ആളുകൾ വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ധാരാളമായ രോഗശാന്തികൾ നടന്നതുകൊണ്ടാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് യേശുവിൻ്റെ വചനപ്രഘോഷണമായിട്ട് പോകുന്നവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി രോഗികളുടെ ശിരസിൽ കൈവയ്ക്കുക, രോഗിയുടെ കൈകളിൽ പിടിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ സൗഖ്യപ്പെടും. എൻ്റെ ചേട്ടൻ, മൂത്ത ചേട്ടൻ മുഴുവനും തളർന്നു കിടക്കുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ കോട്ടയത്ത് ഒരു ധ്യാനം നടക്കുമ്പോൾ സാബു ബ്രദറിന്റെ ധ്യാനത്തിൽ വെച്ച് ആ ചേട്ടൻ പൂർണ്ണമായിട്ട് എഴുന്നേറ്റ് നടന്നു. ഞാൻ ആ അവസരത്തിൽ എൻ്റെ ചേട്ടന് വേണ്ടി കുർബാന വളരെ ഭക്തിയോടെ ചൊല്ലിയ ഒരച്ഛനാണ്. 6 ദിവസത്തെ നീണ്ട പ്രാർത്ഥനയിൽ പൂർണ്ണമായിട്ട് എൻ്റെ ചേട്ടൻ സൗഖ്യപ്പെട്ടു. ഇന്നും സന്തോഷത്തോടെ ജീവിക്കുന്നു. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിൽ 3-ാമത്തെ കാര്യം, ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് കം നിയർ ടു യു. അപ്പോൾ ആ ജനത്തോട് പറയേണ്ടത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ 1:10, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്, റിപ്പന്റ് ആൻഡ് ബിലീവ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് യേശു ഈ 36 ഗ്രാമത്തിലേക്കും നടന്നു വരുന്നു. ആ കിങ്ഡം യേശുവാണ്. ആ യേശു വരുന്നുള്ളൂ എന്നുള്ള ആ സത്വാർത്തയാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രഘോഷിക്കേണ്ടതെന്ന് യേശുവിനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലെ ആ 72 പേരെ നിയോഗിക്കുന്നതിൽ 6-ാമത് വരുന്നത്, നിങ്ങളുടെ കാലിലെ പൊടി പോലും തട്ടിക്കളയുക. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും. നിങ്ങളെ സ്വീകരിക്കാത്ത വചനം, നിങ്ങൾ പറഞ്ഞ വചനം സ്വീകരിക്കാത്ത മക്കള്, അവരുടെ സാക്ഷ്യത്തിനായി നിങ്ങൾ കാലിലെ പൊടി തട്ടിക്കളയുക. പൊടിയെന്ന് പറയുന്നത് നിസ്സാരമാണ്. ജീവിതത്തിൽ വലിയ കാര്യങ്ങളുണ്ടാകാം, വിഷമങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം. കാലിലെ പൊടി തട്ടിക്കളയുന്നത് പോലെ അതങ്ങ് തട്ടിക്കളഞ്ഞിട്ട് യേശുവിന് മുമ്പിലേക്ക് വരുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്. വചനപ്രഘോഷണത്തിൽ വിഷമങ്ങളുണ്ടാകാം, ഞാൻ ഈ പറയുന്ന വചനത്തിൽ തെറ്റുകൾ ഉണ്ടാകാം, അതൊക്കെ നിസ്സാരമായിട്ടെടുക്കുക. ആ ഗ്രാമത്തിന് അവിടെ പൊടി ഇട്ടച്ചു പോരുക. ഒരുപക്ഷേ നമ്മൾ പറഞ്ഞ വചനം സ്വീകരിക്കാത്തവരുണ്ടാകാം, സ്വീകരിക്കില്ല. അങ്ങനെയുള്ളവരുടെ സാക്ഷ്യത്തിനായിട്ട് പൊടി തട്ടിക്കളയുക. അവരുടെ ഗ്രാമത്തിൽ നിന്ന്, അവരുടെ പട്ടണത്തിൽ നിന്ന്, അവരുടെ ഭവനത്തിൽ നിന്ന് ഞാൻ ഒന്നും എടുത്തിട്ടില്ല, ഇതാ ഞാൻ വെറും കൈയോടെ വന്നു, വെറും കൈയോടെ പോകുന്നു. അമ്മയുടെ ഉദരത്തില് ഞാൻ ഉത്ഭവിക്കുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞു, അവിടുന്ന് തിരഞ്ഞെടുത്തു എന്ന് ജർമ്മിയ പ്രവാചകൻ 1-ാം അധ്യായത്തിൽ 5-ാം വചനത്തിൽ പറയുന്നില്ലേ? ഈ ലോകത്ത് ദൈവം തന്നു, ദൈവം എടുത്തു എന്ന്
ജോബിന്റെ പുസ്തകത്തിൽ ആവർത്തി ദൈവം തന്നു, ദൈവം എടുത്തു. അതുകൊണ്ട് ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് സമാധാനമായിട്ട് നിങ്ങൾ തിരിച്ച് വരിക. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാമത്തെ കാര്യം, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് കം നിയർ ടു യു. ദൈവവചനം നിന്റെ അടുത്തുണ്ട്, പരിശുദ്ധ കുർബാന നിന്റെ അടുത്തുണ്ട്, ബൈബിള് നിന്റെ അടുത്തുണ്ട്, യേശുവിന്റെ സാന്നിധ്യം നിന്റെ അടുത്തുണ്ട് എന്നാണ് നീ പ്രഘോഷിക്കേണ്ടത് എന്നാണ് യേശു പറയുന്നത്. ആ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം, യേശുവിന്റെ കൂടെ മുന്നേറാം. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ദൈവവചനം ഞങ്ങൾ ശ്രമിച്ചല്ലോ. യേശുവെ, അങ്ങാണല്ലോ മിഷണറിമാരെ നിയോഗിച്ചത്. തൻ്റെ ഗ്രൂപ്പിൽ നിന്ന്, തൻ്റെ ആ കൂടെ ഉള്ളവരിൽ നിന്ന് അങ്ങ് 72 പേരെ തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സമൂഹങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഇടവകകളിൽ നിന്ന് ധാരാളമായ നല്ല ദൈവവിളികൾ ഉണ്ടാകട്ടെ. വചനം പങ്കുവയ്ക്കുമ്പോൾ യേശുവിനെ അറിയുവാനും യേശുവിനെ സ്വീകരിക്കുവാനും ശക്തി നൽകണമേ. ഈ വചനം കേൾക്കുന്ന രോഗികളായ മക്കള്, പ്രത്യേകിച്ച് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അടിവയറില് ഇടതുവശത്ത് ശക്തമായ വേദനയുള്ളവരെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതായി കാണിച്ചു തരുന്നല്ലോ. ദൈവമേ, ഈ വചനം കേൾക്കുന്ന, വചനം പങ്കുവയ്ക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യണം. എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.